ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി ചാനൽ. ഇന്ന് നമ്മളൊരു കോംബോ സെറ്റാണ് ചെയ്യുന്നത്. അതായത് ഒരു ബ്രേസ്ലെറ്റും അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാനിപ്പോൾ ബ്രേസ്ലെറ്റ് ചെയ്യാനെടുത്തിരിക്കുന്നത് ഇലാസ്റ്റിക് ത്രെഡാണ്. പിന്നെ നമ്മളെടുക്കുന്നത് 6mm വൈറ്റ് ബീഡ്സും പിന്നെ നമ്മുടെ കളർ ടിയാര ഫ്ലവേഴ്സ് ഉണ്ടല്ലോ അതുമാണ്. ഇത്ര മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഐറ്റംസ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ ത്രെഡ് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ 2 വൈറ്റ് പേൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 6mm വൈറ്റ് പേൾസ് 2 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫ്ലവർ ബീഡിനെ കമഴ്ത്തിയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. കമഴ്ത്തി ഇട്ടിട്ട് വീണ്ടും അതിനെ മേളിൽ തിരിച്ചിടുക. അതായത് ഒരെണ്ണം താഴ്ന്നു വരുമ്പോൾ ഒരെണ്ണം മേളിലേക്ക് ഒരു എക്സ് പോലെ ആ ഒരു ഷേപ്പിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അങ്ങനെ 2 ഫ്ലവർ ബീഡ്സ് ഇട്ടു. അതിനുശേഷം നമ്മൾ 2 വൈറ്റ് ബീഡ്സ് ഇട്ടു. വീണ്ടും 2 ഫ്ലവർ ബീഡ്സ് ഇട്ടു. ഫ്ലവർ ബീഡ്സ് ഇടുമ്പോൾ ഒന്ന് താഴേക്ക് ആയിരിക്കണം അതിൻ്റെ ആ ഒരു വിടർന്ന ഭാഗം ഉണ്ടാവേണ്ടത്. അടുത്തതിൻ്റെത് മുകളിലേക്കായിരിക്കണം. അതാണ് അതിൻ്റെ പ്രത്യേകത. രണ്ട് സൈഡിലേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്കാക്കി ഇടുക. അതിനുശേഷം നമ്മൾ വീണ്ടും 2 വൈറ്റ് പേൾസ് ഇടുന്നു. ആ ഒരു രീതിയിൽ നമ്മൾ എത്രയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് ലെങ്ത്ത് ഫിനിഷ് ചെയ്തെടുക്കുക. കണ്ടോ, ഞാനിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കോർത്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് കെട്ടിടുന്നത് നോക്കാം. ഇതുപോലെ നല്ല രീതിയിൽ വലിച്ചടുപ്പിച്ചിട്ട് വേണം നമ്മൾ കെട്ടാൻ. അതിന് മുമ്പായിട്ട് നമ്മൾ രണ്ടറ്റവും ബ്രേസ്ലെറ്റിൻ്റെ രണ്ടറ്റവും നമ്മളൊന്ന് പതുക്കെ ഒന്ന് വലിച്ചു കൊടുത്തിട്ട് വേണം കെട്ടിടാൻ കേട്ടോ. അല്ലെങ്കിൽ അത് കുട്ടികൾ യൂസ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക. ആദ്യം ഒരു പ്രാവശ്യം കെട്ടി കഴിഞ്ഞിട്ട് 2 എൻഡും കൂടെ നന്നായിട്ടൊന്ന് വലിച്ച് അകത്തി പിടിച്ചിട്ട് വലിക്കുക. അതിനുശേഷം വീണ്ടും ഒരു 2 റൗണ്ട് കെട്ടിടുക കേട്ടോ. ആ രീതിയിലാണ് കെട്ടിട്ടെടുക്കേണ്ടത്. എന്നിട്ട് എക്സസ് ഉള്ള ഭാഗം കട്ട് ചെയ്ത് കളയുക. അതിന് നടുക്കായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത പോർഷനിൽ വന്നിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ അത് പെട്ടെന്നൊന്നും വിട്ടുപോരത്തില്ല. ഇനി വേറൊരു രീതിയിലും കൂടെയാണ് നമ്മൾ കെട്ടിടാറുണ്ട് യൂഷ്വലി. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേസ്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാല എങ്ങനെയാണെന്ന് നോക്കാം. മാല ഞാൻ ചെയ്യുന്നത് ഇലാസ്റ്റിക്കിൻ്റെ ത്രെഡ് കൊണ്ടല്ല, ടങ്കീസ് എന്നൊക്കെ പറയില്ലേ നമ്മൾ മാല കോർക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ത്രെഡാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് നമ്മൾ ഇങ്ങനെ പിരിക്കുന്ന മാലയ്ക്കൊക്കെ നമ്മൾ പിരിക്കുന്ന കൊളുത്തുണ്ടല്ലോ ആ കൊളുത്താണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ടങ്കീസിൻ്റെ അറ്റത്ത് നമ്മൾ ആദ്യം പിരിക്കുന്ന കൊളുത്തിൻ്റെ ബാക്കിൽ കൂടെയാണ് എടുക്കേണ്ടത്. ബാക്കിൽ നിന്ന് എടുത്തിട്ട് നന്നായിട്ടൊരു 4-5 തവണ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. കെട്ടിടുമ്പോൾ ആ ഒരു കെട്ട് കുറച്ച് വലിപ്പത്തിലാവുമല്ലോ. അപ്പോൾ ആ കുറച്ച് കട്ടിയിലാവുമ്പോൾ ആ ഹോളിൽ കൂടെ തിരിച്ച് വരില്ല. എന്നിട്ട് അതിൻ്റെ അറ്റത്ത് ഉള്ളിലായിട്ട് നമ്മൾ കുറച്ചുകൂടി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ സെക്യൂറായിട്ടിരിക്കും, വിട്ടുപോരില്ല കേട്ടോ. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ കുറച്ച് മുത്തുകൾ കോർക്കുന്നുണ്ട്. ഒരു 25ഓളം മുത്തുകൾ 6mm വൈറ്റ് ബീഡ്സ് ഞാൻ ആദ്യം കോർത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ബ്രേസ്ലെറ്റിൽ ചെയ്ത പോലെ ഫ്ലവർ ബീഡ്സ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്കായിട്ട് കോർത്തെടുത്തില്ലേ, അതുപോലെ 2 കോർത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരെണ്ണം താഴേക്കും ഒരെണ്ണം മേളിലേക്കും ആവുന്ന രീതിയിൽ കോർത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വീണ്ടും 5 6mm വൈറ്റ് ബീഡ്സ് ആണ് കോർക്കുന്നത്. നമ്മൾ ബ്രേസ്ലെറ്റിൽ 2 ഗ്യാപ്പിലിട്ടതെങ്കിൽ മാലയാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ഗ്യാപ്പ് വേണം. അതാണ് എന്നാലേ ഭംഗി കൂടുതലുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 5 ഇട്ടിട്ടുണ്ട്. 5 വൈറ്റ് ബീഡ്സ് കോർത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഫ്ലവർ ബീഡ്സ് 2 ക്രോസ് ചെയ്തിടുക. അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ 5 വൈറ്റ് ബീഡ്സ് ഇടുക, പിന്നെയും ഫ്ലവർ ബീഡ്സ് ഇടുക. അങ്ങനെ നമ്മുടെ ലെങ്ത്ത് ഫിനിഷ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എത്രയാണോ നമുക്ക് ലെങ്ത്ത് എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ, അതായത് നമ്മൾ കാണുന്ന ഭാഗത്താണ് കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു വർക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ലാസ്റ്റ് പോർഷനിലേക്ക് വരുമ്പോൾ വീണ്ടും 25ഓളം മുത്തുകൾ നമ്മൾ ആദ്യം ഇട്ട് എത്രയാണോ അത്രയും തന്നെ മുത്തുകൾ ഓപ്പോസിറ്റ് സൈഡിൽ ഇടണം കേട്ടോ. രണ്ടും കൃത്യമായിട്ട് ഇടണം, അല്ലെങ്കിൽ കാണുമ്പോൾ ഭയങ്കര ഒരു ബോറുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ കൊളുത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ടങ്കീസ് വെച്ച് തന്നെ കെട്ടിടുക. എന്നിട്ട് അറ്റത്തായിട്ട് ഇത്തിരി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചത് ഒട്ടുന്നവരെ വെയിറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോഴത്തേക്കും നമ്മുടെ കൊളുത്ത് സെറ്റായിട്ടുണ്ടാവും. ഇത്രയേ ഉള്ളൂ നമ്മുടെ മാലയുടെ പരിപാടി. മാലയും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ കോംബോ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം കേട്ടോ കമൻറ്റിൽ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യുക. വളരെ സിമ്പിളാണ്, ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. നമുക്കിത് പല രീതിയിലും ചെയ്യാം. ഒറ്റ കളറായിട്ട് മാത്രം ചെയ്യും, ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് പോലെ. അതല്ലാതെ മൾട്ടി കളറിലും ചെയ്യാം. അതാകുമ്പോൾ ഏത് ഡ്രസ്സ് ഇട്ടാലും കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.